ഇറാനെ പേടിപ്പിച്ചതിന് പിന്നാലെ നെതന്യാഹുവിനും ഇപ്പോൾ ഉറക്കമില്ല. കാരണം ബാങ്കറിലാണ് കഴിയുന്നതെങ്കിലും വലിയ രീതിയിലുള്ള തിരച്ചിലുകളാണ് ഇവർ നടത്തുന്നത്. കാരണം ഈ ഹിസ്ബുള്ള തൊടുത്തു വിടുന്ന ഓരോ ആക്രമണവും ഈ നെതന്യാഹുവിൻ്റെ ജീവൻ എടുക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ നെതന്യാഹുവിൻ്റെ ഭവനത്തിന് മുകളിൽ തീജ്വാലകൾ കാണുന്നു. 48 മണിക്കൂറിനിടെ ലെബനാനിൽ കൊല്ലപ്പെടുന്നത് 7 ഇസ്രയേലി സൈനികരാകുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള തിരിച്ചടി ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇത് തന്നെയാണ് ഇപ്പോഴും ബെഞ്ചമിൻ നെതന്യാഹു ഈ ബാങ്കറിൽ കഴിയാൻ അല്ലെങ്കിൽ ഈ ഭൂഗർഭ അറയ്ക്കുള്ളിൽ കഴിയാൻ വേണ്ടി ഈ സൈന്യം പറയുന്നത്. വലിയ രീതിയിലുള്ള തിരിച്ചടിയും ഒരു വധഭീഷണിയല്ല, ഏത് നിമിഷവും ബെഞ്ചമിൻ നെതന്യാഹുവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഉള്ള പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ട് ഈ ഡ്രോൺ ആക്രമണം നടത്തുന്നത്. ഈ നെതന്യാഹുവിൻ്റെ വീട്ടുമുറ്റത്ത് തീജ്വാലകൾ പതിച്ച സംഭവത്തിൽ തിരിച്ചടിക്കുമെന്നാണ് ഇസ്രായേൽ പറയുന്നത്. ആക്രമണത്തിൽ അന്വേഷണം ആരംഭിച്ചതായിട്ട് സൈന്യം അറിയിക്കുകയും ചെയ്തു. ശനിയാഴ്ചയാണ് ഈ ഒരു സംഭവം നടന്നത്. സംഭവത്തിൻ്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല എങ്കിലും ഈ ഇസ്രായേൽ സൈന്യം അല്ലെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹു ആരോപിക്കുന്നത് ഇത് മറ്റുള്ള രാജ്യത്തിൽ നിന്ന് ഒരുപക്ഷെ ഹിസ്ബുള്ളയുടെ ആളുകളായിരിക്കാം അല്ലെങ്കിൽ മറ്റ് ഇറാൻ്റെ ആളുകളായിരിക്കാം മനഃപൂർവ്വം കരുതി കൂട്ടുന്നതാണ്. അതുകൊണ്ട് വലിയ രീതിയിലുള്ള തിരിച്ചടി കൊടുക്കുമെന്നതാണ്. 2 ഫ്ലാഷ് ബോംബുകളാണ് വീട്ടുമുറ്റത്ത് പതിച്ചതും ഗുരുതര സുരക്ഷാ വീഴ്ചയായിട്ടാണ് ഇതിനെയും കാണുന്നത്. ഈ ഒരു കാര്യം എടുത്തു പറയുമ്പോൾ നമ്മൾ വീണ്ടും ശ്രദ്ധിക്കണം. ഇത്രയും വലിയ ഒരു പ്രധാനമന്ത്രിയുടെ വീടിന് മുന്നിൽ കഴിഞ്ഞ പ്രാവശ്യം സീസറിയിലെ വീടിന് മുന്നിൽ ഡ്രോൺ ആക്രമണം നടന്നപ്പോഴും അവിടുത്തെ സൈന്യം അത് സൈന്യത്തിൻ്റെ വീഴ്ചയാണെന്ന് പറയുന്നു. ഇപ്പോഴും സൈന്യത്തിൻ്റെ വീഴ്ചയാണെന്ന് പറയുന്നു. ഇതിനിടയിൽ എടുത്തു പറയേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ മകൻ യായിർ പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ പിതാവിനെ ഒരുപക്ഷെ കൊല്ലാൻ ഈ സൈന്യവും കൂട്ടുനിൽക്കുന്നു. ഈ സൈന്യം പറയുന്നത് വലിയ രീതിയിലുള്ള തെറ്റുകളുണ്ട് അല്ലെങ്കിൽ സൈന്യത്തിൻ്റെ സംരക്ഷണം ശരിയല്ല എന്ന് പറയുന്നത് നമ്മൾ വീണ്ടും ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇവിടെ ഇപ്പോൾ ഈ ബാങ്കറിൽ കഴിയുമ്പോഴും ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വസതിക്ക് മുന്നിൽ വീണ്ടും ഒരു വലിയ രീതിയിലുള്ള ബോംബുകൾ വന്ന് വീഴുകയാണ്. ഇവിടെയാണ് സുരക്ഷാ വീഴ്ചയായിട്ട് വീണ്ടും ഇസ്രായേൽ സൈന്യം പറയുന്നത്. ഇത് എത്രത്തോളമാണ് കാണുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. കാരണം ഇത്രയും അധികം സുരക്ഷ ഒരുക്കിയിട്ടും എങ്ങനെയാണ് ഇവർക്കിത് തിരിച്ചറിയാതെ അല്ലെങ്കിൽ ആ ഒരു ബോംബിനെ തിരിച്ചടിക്കാതെ അല്ലെങ്കിൽ നിർവീര്യമാക്കാതെയോ ഇരിക്കാൻ കഴിയുന്നത്? എന്തുകൊണ്ടാണ് ആ സൈന്യത്തിന് കഴിയാത്തത് എന്നതാണ് മനസ്സിലാവാത്തത്. കാരണം ഇതിനു മുമ്പും ഇങ്ങനെ തന്നെയായിരുന്നു ഇസ്രയേലിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. കുറേ തവണ ഈ ഇസ്രയേൽ IDF ഭാഗത്തുനിന്ന് ഭാഗവീഴ്ചകൾ വലിയ രീതിയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനെയൊക്കെ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു മകൻ യായിർ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇസ്രയേലിലെ നെതന്യാഹുവിൻ്റെ സ്വകാര്യ വസതിയെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്നാണ് ഇസ്രയേൽ സൈന്യം വ്യക്തമാക്കുന്നത്. സംഭവം ഞെട്ടിക്കുന്നതാണെന്നും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് വൻ തിരിച്ചടി നൽകും പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. നെതന്യാഹുവിനെ വകവരുത്താനുള്ള നീക്കമാണ് നടന്നത് എന്ന് മന്ത്രിമാരും പ്രതികരിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് മകൻ യായിറും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. എങ്ങനെയെങ്കിലും ബെഞ്ചമിൻ നെതന്യാഹുവിനെ കൊല്ലുക എന്നുള്ള ലക്ഷ്യം ഒരുപക്ഷെ ഇവിടുത്തെ സൈനികരുടെ ഇടയിലും ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. 48 മണിക്കൂറിനിടെ ഇതിനിടയിൽ തന്നെ ഈ ഒരു സംഭവം നടക്കുമ്പോൾ തന്നെ 48 മണിക്കൂറിനിടയിൽ ഈ 7ഓളം ഇസ്രയേലി സൈനികരും ലെബനാനിൽ കൊല്ലപ്പെടുന്നുണ്ട്. വലിയ രീതിയിലുള്ള ഹിസ്ബുള്ള തിരിച്ചടി വരുന്നുണ്ട്. നിരവധി സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇസ്രായേൽ തിരിച്ചടി നേരിടുന്ന പശ്ചാത്തലത്തിൽ ലെബനാനിലെ US അംബാസിഡർ ലിസ ജോൺസൺ അമേരിക്കയുടെ വെടിനിർത്തൽ നിർദ്ദേശങ്ങളോട് കരട് ലെബനാൻ പാർലമെന്ററി സ്പീക്കർ നബീഹ് ബഹറിക്ക് കൈമാറി. ഹിസ്ബുള്ളയുമായിട്ട് സഖ്യമുള്ള വ്യക്തിയാണ് നഹീബ്. അതേസമയം തന്നെ നിർദ്ദേശത്തിലെ ഉള്ളടക്കം സംബന്ധിച്ച് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. നിയുക്ത അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ കരട് രേഖയിൽ ഒപ്പുവെച്ചതായിട്ട് വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്യുകയാണ്. സ്ട്രാറ്റജിക് അഫയേഴ്സ് മന്ത്രി റോൺ ഡെർമറുമായിട്ട് ട്രംപ് കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് കരട് രേഖയിൽ ഒപ്പുവെച്ചത്. 2025 ജനുവരി 20 പ്രസിഡന്റായി അധികാരമേൽക്കുകയും മുമ്പ് ഇത് പ്രാബല്യത്തിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് ട്രംപ് വ്യക്തമാക്കിയതായിട്ടും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച ഇസ്രായേൽ ലക്ഷ്യമിട്ട് ഹിസ്ബുള്ള തൊടുത്തുവിട്ട റോക്കറ്റുകളുടെ എണ്ണത്തിൽ കുറവ് വന്നതായിട്ട് ഇസ്രായേൽ പ്രതിരോധ സേന വ്യാഴാഴ്ച അറിയിച്ചിരുന്നു. നിലവിൽ പ്രതിദിനം ശരാശരി 100 റോക്കറ്റുകളാണ് വിക്ഷേപിക്കുന്നത്. കഴിഞ്ഞ മാസങ്ങളിലേത് ദിവസേന 150 മുതൽ 200 റോക്കറ്റുകൾ വന്നിരുന്നു. വലിയ ആക്രമണം നടത്താൻ ഹിസ്ബുള്ളയ്ക്ക് സാധിക്കുന്നില്ല എന്ന് ഇസ്രായേൽ സൈന്യത്തിന്റെ അവകാശവാദം തുടരുമ്പോഴും ഇസ്രായേൽ സൈന്യത്തിന്റെ എണ്ണം കുറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. റോക്കറ്റ് കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണങ്ങളിൽ ഹിസ്ബുള്ളയുടെ കമാൻഡർമാരെ വധിച്ചതുമാണ് ഇതിന് കാരണമായിട്ട് ഇസ്രായേൽ ചൂണ്ടിക്കാട്ടുന്നത് എങ്കിലും അവിടുത്തെ സൈനികരുടെ എണ്ണം ഓരോ ദിവസം കഴിയുമ്പോഴും വലിയ രീതിയിലുള്ള കൊഴിച്ചിലാണ് നേരിടുന്നത്. ഇവർ സൈനികർക്ക് നേരെയല്ല, സാധാരണക്കാർക്ക് നേരെയാണ് ഈ ഇസ്രായേൽ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തുന്നതെങ്കിൽ ഈ ഇറാന്റെ പ്ലാനും അല്ലെങ്കിൽ
ഹിസ്ബുള്ളയുടെ പ്ലാൻ എല്ലാം എങ്ങനെയെങ്കിലും ഇസ്രായേലിൻ്റെ സൈനിക താവളങ്ങളെ തകർക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ റിക്രൂട്ട് ചെയ്യാൻ ഒരുങ്ങുന്നതും സൈനികരുടെ എണ്ണം വലിയ തോതിൽ കുറയുന്നതും. ഇസ്രായേലിൻ്റെ ഈ അവകാശവാദത്തിനിടയിലാണ് 2 ദിവസത്തിനിടെ 7 സൈനികർ കൊല്ലപ്പെടുന്നതും. ലഫ്റ്റനന്റ് ഐവറി ഡിക്ഷെയ്ൻ ആണ് വ്യാഴാഴ്ച ഹിസ്ബുള്ളയുടെ ഏറ്റുമുട്ടലിനിടെ കൊല്ലപ്പെട്ടത്. ഗൊലാനി ബ്രിഗേഡിന്റെ 51-ാം ബറ്റാലിയനിലെ പ്ലാറ്റൂൺ കമാൻഡറാണ് ഡിക്ഷ്ട്രീൻ എന്ന് പറയുന്നത്. വെടിവെപ്പിൽ മറ്റ് 2 സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അതേസമയം തെക്കൻ ലബനാനിലെ ഏറ്റുമുട്ടലുകളിൽ ഉണ്ടാകുന്ന നാശനഷ്ടം സംഭവിച്ച യഥാർത്ഥ വിവരങ്ങളല്ല ഇസ്രായേൽ പുറത്തുവിടുന്നത് എന്ന് ഇസ്രായേലി മാധ്യമങ്ങളും കുറ്റപ്പെടുത്തുന്നുണ്ട്. 1948-ൽ ഗോലാഗാനി ബ്രിഗേഡ് രൂപീകരിച്ച ശേഷം ഉണ്ടാകുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണിതെന്ന് മുൻ ഡെപ്യൂട്ടി കമാൻഡർ ജോയൽ ഓർ പറയുകയും ചെയ്തു. കൊല്ലപ്പെട്ടവരിൽ അധികവും ഉന്നത ഉദ്യോഗസ്ഥരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യുദ്ധം ചെയ്യാൻ ആളില്ലാതെ ഗൊലാനി ബ്രിഗേഡ് ബുദ്ധിമുട്ടുകയാണെന്നും ഇസ്രായേലി മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 2023 ഒക്ടോബറിന് ശേഷം 103 സൈനികർ കൊല്ലപ്പെട്ടതായിട്ടാണ് ഇസ്രായേലിന്റെ കണക്കുകൾ പറയുന്നത്. എന്നാൽ യഥാർത്ഥ കണക്ക് ഇതിനേക്കാൾ അധികമാണെന്നാണ് ഹമാസ് അടക്കമുള്ളവരുടെ വാദം. ഹിസ്ബുള്ളയും അത് തന്നെയാണ് ഓർമ്മപ്പെടുത്തുന്നത്. കഴിഞ്ഞ മാസം ഹിസ്ബുള്ളയുടെ ഡ്രോൺ ആക്രമണത്തിൽ നെതന്യാഹുവിന്റെ വീടിന് കേടുപാടുകൾ സംഭവിച്ചതും ഇതിനോടൊപ്പം അവർ എടുത്തു പറയുന്ന ഒരു കാര്യം തന്നെയാണ്. അധിനിവേശം തുടങ്ങിയ ശേഷം ആദ്യമായിട്ടാണ് ഇസ്രായേൽ കരസേന ലെബനാന്റെ ഇത്രയും ഉൾഭാഗത്തേക്ക് എത്തുന്നത്. 24 മണിക്കൂറിനിടെ ലെബനാനിൽ വിവിധയിടങ്ങളിൽ 51 പേർ അന്ന് കൊല്ലപ്പെട്ടിരുന്നു. ഇസ്രായേൽ കേന്ദ്രങ്ങൾക്ക് നേരെ 100-ലേറെ മിസൈലുകൾ അയച്ച് ഹിസ്ബുള്ള തിരിച്ചടി നൽകുകയും ചെയ്തു. അതേസമയം ലെബനാനിലെ വെടിനിർത്തൽ ചർച്ചകൾക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് ഇറാനും പ്രതികരിച്ചു. മുതിർന്ന ഇറാൻ ഉദ്യോഗസ്ഥനാണ് ഇക്കാര്യം അന്ന് അറിയിച്ചതെന്നും റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ഇതിനിടയിൽ വേറൊരു കാര്യമുണ്ട്. കടൽ മാർഗം വഴിയുള്ള ഈ ഇസ്രായേലിന് വരുന്ന സഹായങ്ങൾ നിർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അവരെ കൊല്ലുന്ന ഒരു സാഹചര്യം ഹൂത്തികളും ഇപ്പോൾ എടുത്തിരിക്കുകയാണ്. ഹൂത്തികളുടെ ഭാഗത്തു നിന്നും ഇസ്രായേലിനും US-നും വലിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതും അവർക്ക് വലിയ ആശങ്ക തന്നെയാണ്. കാരണം അവരുടെ ആയുധ ശേഖരണം അങ്ങോട്ടേക്ക് കടത്തിവിടുന്നില്ല, സഹായങ്ങൾ കടത്തിവിടുന്നില്ല. ഇതൊക്കെ ഈ ഹൂത്തികൾ കടൽ വഴിയുള്ള ആക്രമണത്തിൽ തകർത്തു കൊണ്ടിരിക്കുകയാണ്. ഇതും വലിയ രീതിയിലുള്ള പ്രഹരമാണ് ഇസ്രായേലിലേക്ക് സൃഷ്ടിക്കുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും ബെഞ്ചമിൻ നെതന്യാഹുവിനെ കൊല്ലാനുള്ള നീക്കങ്ങൾ വരുന്നതും സുരക്ഷയുടെ വീഴ്ച സംഭവിക്കുന്നതും ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെടുന്നതുമെല്ലാം.